ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇത്രയും ദിവസം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് നമ്മുടെ സീരിയലിൽ അതാത് ദിവസം തന്നെ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴാണ് ഇടുന്നത്. പക്ഷേ എനിക്ക് അത്ര ഒരു വ്യൂ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇനി മുതൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. വേറൊന്നുമില്ല, നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ ഞാൻ ഇന്ന് രാത്രി ഇടാം. ഇനി മുതൽ അങ്ങനെ, അതായത് നമ്മളെ മഴതോറും മുമ്പേ മറ്റേ ചാനലിൽ ഇടുന്ന പോലെ ഓരോ ദിവസത്തെയും എപ്പിസോഡ് തലേ ദിവസം രാത്രിയിൽ അതിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്നത്തെ ആ ഒരു പ്രൊമോ ഇന്നിപ്പോൾ എല്ലാവരും കണ്ടു കാണും, എങ്കിലും അതൊന്ന് ലൈറ്റായിട്ട് ഇൻട്രോ പറഞ്ഞിട്ടാണ് നാളത്തെ പ്രൊമോ പറയാനിരിക്കുന്നത്. അതായത് നമ്മുടെ സുധീഷ് നമ്മുടെ നിധീനെയും കൊണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ ചെന്ന് കഴിഞ്ഞ് അവിടെ ആ മാഡം എല്ലാം പെട്ടെന്ന് ഒരു 2 വീക്സിനകത്ത് തന്നെ റെഡിയാക്കി തരും. അപ്പോൾ ഇതാകെ ഒരു ഷോക്കായി പോകണം, ഭയങ്കര സർപ്രൈസായി പോയി നിധിക്ക്. ഒരിക്കലും അത് കിട്ടില്ല, ഇനി തൻ്റെ ജീവിതത്തിൽ തനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഇത്രയും ഒരു സർപ്രൈസ് സുധീഷ് കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി കേട്ടോ നിധി. അങ്ങനെ പക്ഷേ നിധിക്ക് 1-2 കാര്യങ്ങളിലൊക്കെ ഒരു ഇഷ്ടക്കുറവ് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിധി പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സുഭാഷ് ആ കവിതയുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് എല്ലാവരോടും തുറന്ന് പറയാണ്. കാരണം വീട് മാറി താമസിച്ച ആ ഒരു കണ്ടീഷൻ അംഗീകരിച്ചാലേ ഈ വിവാഹം നടക്കുകയുള്ളൂ. ആ ഒരു കാരണത്താൽ സുഭാഷ് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എനിക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നത്. ഇനി നാളെ വരാനിരിക്കുന്നത് നമ്മുടെ നിധിയും നമ്മുടെ സുധീഷും കൂടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ മാഡത്തിനെ കണ്ട് എല്ലാം പറഞ്ഞ് അവർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവർ ഇറങ്ങുകയാണ്. നിധിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിധി വെളിയിറങ്ങിയിട്ട് പറഞ്ഞു സുധീഷിൻ്റെ അടുത്ത്, അതെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നെക്കുറിച്ച് എന്താ ഇപ്പോൾ ഒരു ഇമ്പ്രഷനൊക്കെ ഇല്ലേ എന്നെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിധി ഒന്ന് ഇങ്ങനെ നോക്കി കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സുധീഷ് എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. അതെ, ആ മാഡത്തിൻ്റെയൊക്കെ മുമ്പിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ലുക്കിൽ വേണ്ടേ നിൽക്കാൻ. ഇത് ഷർട്ടൊക്കെ തുറന്നിട്ട് ഏതാണ്ട് ഈ കോളേജ് പിള്ളേരെ പോലെ ഒരുമാതിരി റൗഡിയിൽ നിൽക്കും പോലെ, എന്താണ് ഒരു മാനേഴ്സ് ഇല്ല. ഞാൻ ആ മേഡത്തിൻ്റെ മുമ്പിൽ പോയി അങ്ങനെ നിന്നത് നിധിക്ക് അത്ര ഇഷ്ടമായില്ലല്ലേ. എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടല്ല, അതൊക്കെ ഒരു മര്യാദ കേടാണ് എന്നിങ്ങനെ നിധി പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും താൻ ഹാപ്പി ആയില്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത് നിധി പറഞ്ഞു, എന്തായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഇത്രയും സുധീഷിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ എന്ത് കാര്യവും കള്ളത്തരം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ സുധീഷ് ഇന്ന് ശരിക്കും ഒരു നല്ലൊരു കാര്യം ചെയ്തല്ലോ എന്നൊക്കെ നിധി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നിധിയുടെ മുന്നിൽ സുധീഷിന് ഏറ്റവും നല്ലൊരു ഇമ്പ്രഷൻ കിട്ടിയ ഒരു അവസരമാണ്. എൻ്റെ നിധി വീണ്ടും ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ ആ മേഡത്തിൻ്റെ മുമ്പിൽ ഇത്രയും നേരം കിടന്ന് സംസാരിക്കാൻ എന്നായിരുന്നു. വീണ്ടും വീണ്ടും പൊസസീവ്നെസ് ഒക്കെ വരുന്നുണ്ടല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എനിക്കെന്ത് തോന്നിയാലും ഇല്ല എന്നുള്ളതല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വിഷയം വിടുന്ന നിധി പറഞ്ഞു. എന്നിട്ട് കാറിൽ അവർ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ടിരിക്കുകയാണ്. അപ്പം നിധിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്, കാര്യം തൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ സുധീഷ് പറഞ്ഞു, എടോ ഈ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി തന്നിട്ട് എനിക്കൊരു ട്രീറ്റൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ട്രീറ്റാണോ? എന്നാ ഇവിടെ ഒന്ന് നിർത്തിക്കുക. എന്തിനാണോ? ഇന്ന് നിർത്താനല്ലേ പറഞ്ഞത്. അപ്പം നിധി പറഞ്ഞു നിർത്ത്. അപ്പോൾ സുധീഷ് അവിടെ നിർത്തി. എങ്ങനെ നിധി പോയി 2 കോൺ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ സുധീഷിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതാന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, പക്ഷേ ഇതിലൊന്നും ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. എന്നെ ഒരു 40 രൂപയുടെ ഐസ്ക്രീം മേടിച്ച് തന്നാലൊന്നും പറ്റില്ല. അതെ, അതിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി എനിക്കൊരു നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിലെല്ലാവരും കൂടെ പോയി നമുക്ക് നല്ലൊരു ട്രീറ്റ് ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. കുടുംബമൊക്കെ ആയോ ഇപ്പം? ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ കുടുംബമല്ലേ അത് എന്നിങ്ങനെ പറഞ്ഞു. ശരി ആയിക്കോട്ടെ, എന്നാൽ ഇത് കുറച്ച് കുറഞ്ഞു പോയി ഒരു ഐസ്ക്രീം. അതെ, ഒന്ന് മിണ്ടാതിരിക്കാവോ അവിടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ചു കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മുടെ നികേഷ് പോയിരിക്കുകയാണ്. അപ്പോൾ ചന്തു ഉണ്ട്, അവരവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു. അപ്പോൾ വന്ന സമയത്ത് അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ്റെ കല്യാണം വീണ്ടും മുടങ്ങിയല്ലേ?
അത് കേട്ടപ്പോൾ ഹരീഷിനും എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു നേരം കുഞ്ഞായ്മ ഒരു ചോദ്യം ചോദിക്കലുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഹരീഷ് പറഞ്ഞു, അതിന് കല്യാണം നിശ്ചയമൊന്നും കഴിഞ്ഞില്ലല്ലോ, ഞങ്ങൾ പത്രിക അടിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ച് ക്ഷണിച്ചൊന്നുമില്ലല്ലോ, ഒന്ന് വാക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കല്യാണം ഉറപ്പിച്ചിട്ട് മുടങ്ങിപ്പോയതൊന്നും അല്ലയെന്ന് പറഞ്ഞു. അതെ, വണ്ടി നന്നാക്കാൻ വന്ന വണ്ടി നന്നാക്കിയിട്ട് നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് ദേഷ്യപ്പെട്ടു. അയ്യോ ഹരീഷ്, ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല കേട്ടോ, ഞാനിങ്ങനെ അറിഞ്ഞ കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ, അങ്ങനെ ഇപ്പോൾ ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെട്ടു. അപ്പോൾ അയാളെ വണ്ടിയൊക്കെ നോക്കിയിട്ട് അയാൾ പോയി കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചു, ഇങ്ങനെ നമ്മളെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ ഹരീഷ് ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഒരു ഫീൽഡൊക്കെ ആകുമ്പോൾ അങ്ങനെയാടാ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നികേഷ് മുഖം കുനിഞ്ഞിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിച്ചു, നിനക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. ഒരു കണക്കിന് വിഷമമായോ എന്ന് ചോദിച്ചാൽ ആ കല്യാണം മുടങ്ങാൻ ഞാനും ഒരു കാരണമാണോ ഹരീഷ് ചേട്ടാ? എന്ത് കാരണം? അതല്ല, എൻ്റെ മനസ്സുകൊണ്ട് ഒരിക്കലും സുഭാഷ് ചേട്ടൻ ആ വീട് വിട്ട് പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാനും എൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ പറഞ്ഞല്ലോ, എനിക്ക് സുഭാഷ് ചേട്ടൻ അങ്ങനെ പോണതേ ഇഷ്ടമല്ല എന്ന്. അപ്പം ഒരു കാരണം ഞാനും ആണോ എന്നൊരു തോന്നലൊക്കെ നികേഷിനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നികേഷ് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് നേരം കൂടെ ഇരിക്കടാ എന്ന് ഹരീഷ് പറഞ്ഞു. ഇച്ചി കഴിഞ്ഞ് പോയാൽ പോരെ? ഇല്ല ഹരീഷ് ചേട്ടാ, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നികേഷ് പോവാണ്. അങ്ങനെ നികേഷ് വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയം അനുസരിച്ച് ഹരീഷ് വിളിക്കുകയാണ്, നികേഷ് നീ വീട്ടിലെത്തിയോന്നും ചോദിച്ചു. എൻ്റെ പൊന്ന് ഹരീഷ് ചേട്ടാ, ഞാൻ വീടൊക്കെ എത്തി, ഞാൻ എന്നെ കുഞ്ഞു പിള്ളയാണെന്നൊക്കെ ചോദിച്ച് ഫോൺ വെക്കുകയാണ്. ഇതേ സമയം ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് നമ്മുടെ നീതു വരെയാണ്, ഹരീഷിൻ്റെ ഒരു ലവറുണ്ടല്ലോ നീതു വരെയാണ്, കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് അങ്ങനെ വരെയാണ്. വന്നു കഴിഞ്ഞിട്ട് സ്വീറ്റ്സൊക്കെ കൊടുക്കുക. അപ്പോൾ ചന്തു ചാടിക്കറി എടുത്ത് അപ്പം തന്നെ കഴിക്കും കേട്ടോ. അപ്പം ഹരീഷിൻ്റെ അടുത്ത് പറയും, മോറിൻ്റെ അടുത്ത് കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹരീഷ് ഇങ്ങനെ മുഖം എന്താ വല്ലാണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ചന്തു പറയും, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഇതായി പോയില്ലേ, അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് പറഞ്ഞു, അതെ, കുടുംബത്തെ പെണ്ണ് വാഴില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ഒരിത്. നിധിയേട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നു. അപ്പോൾ തന്നെ നീതു പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനും കൂടെ ആ കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേര് ദോഷം ആരും പറയില്ലല്ലോ. അപ്പോൾ ഹരീഷ് അപ്പോൾ തന്നെ ചോദിക്കണം, നിനക്ക് ആ കുടുംബത്ത് വന്നാൽ നീ അവിടെ കല്യാണം കഴിഞ്ഞാൽ നിൽക്കുമെന്ന് ചോദിക്കും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ നിൽക്കില്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നീതു പറയും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഹരീഷ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ സുഭാഷ് ചേട്ടനെ വിവാഹം കഴിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. നീതു അങ്ങ് വല്ലാണ്ടാവുകയാണ്. ഇത് കേട്ട് നിന്ന് ചന്തും ആകെ അങ്ങ് ഇതായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ചോദ്യമല്ലേ ഹരീഷ് ചോദിച്ചത്. ഇത്രയും നാളെ ഹരീഷിനെ സ്നേഹിച്ച് നടന്നൊരു പെൺകുട്ടി പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിൽ വന്നപ്പോൾ, അങ്ങനെ ഒരു ചോദ്യം ഇതായി വന്നപ്പോൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. നീതുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയി. എന്ന് വെച്ചാൽ താൻ സ്നേഹിക്കുന്ന ആളാണ് ഹരീഷ്. ഹരീഷ് സ്വന്തം ചേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആ ഒരു രീതിയിൽ പെട്ടെന്ന് ഷോക്കായി പോവില്ലേ. അപ്പം നീതു പറഞ്ഞു, നീ ഇത്രയ്ക്ക് വൃത്തിയിട്ടവനാണോ, നിന്നെയാണോ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഒരിക്കലും നിൻ്റെ പുറകെ ഞാൻ ഇതുപോലെ പ്രേമവും ആക്കിക്കൊണ്ട് നിൻ്റെ മുന്നിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീതു അങ്ങ് പോകണല്ലോ. അപ്പോൾ ഹരീഷ് ചിരിക്കുകയാണ്. അപ്പോൾ ചന്തു ചോദിച്ചു, നീ എന്ത് വർത്തമാനാടാ ഹരീഷ് പറഞ്ഞത്? നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് നീ നിൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ കാര്യമാണോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നിധിയും സുധീഷൊക്കെ വീട്ടിലെത്താണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നികേഷും നിധിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കാത്ത എന്നാന്ന് ചോദിച്ചപ്പോൾ സുധീഷും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ഫുഡ് കഴിക്കാത്ത? ഞാൻ ഫുഡൊക്കെ എടുത്ത് ചൂടാക്കി തരാമെന്ന് പറഞ്ഞ് നിധിനെയും നികേഷിനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ്. അപ്പം നികേഷ് പറഞ്ഞു, നിധിയേട്ടത്തേക്ക് ഇപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു സുഭേഷ് ഏട്ടാ, അതുകൊണ്ടാണ് എനിക്കും വിശപ്പില്ലായിരുന്നു, അതാ പിന്നെ ഞങ്ങൾ അന്നേരം കഴിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതൊന്നും അല്ല, ഭർത്താവ് വരാത്തത് കൊണ്ട് കാത്തിരുന്നതാവും എന്നിങ്ങനെ സുധീഷ് പറഞ്ഞു കേട്ടോ. പിന്നെ സുധീഷ് എങ്ങനെ വന്നാൽ ഓടിച്ചിട്ട് ഞങ്ങളിരുന്ന് കഴിക്കും, പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് നിധി കളിയാക്കി കേട്ടോ. അപ്പോൾ സുധീഷ് പിന്നെയും അതും പറഞ്ഞൊക്കെ നിധിയുടെ പുറകെ ഇങ്ങനെ ഇതാക്കേണ്ട കേട്ടോ. സുധീഷ് ഇപ്പോൾ ആ ഒരു ലെവലിലാണ്, എന്ന് വെച്ചാൽ നിധീനെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ ഒരു ലെവലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിലായിട്ട് അവരെല്ലാവരും ഫുഡൊക്കെ
കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നീതു വീട്ടിലോട്ട് വരികയാണ്. നീതു വീട്ടിലോട്ട് വന്നിട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറയും, സുഭാഷ് ചേട്ടാ, നിങ്ങളെ അനിയൻ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും നാൾ ഞാൻ അയാളുടെ പുറകെ നടന്നിട്ട് ഇങ്ങനത്തെ ഒരു വർത്തമാനം നിങ്ങളുടെ അനുജൻ പറയുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് ചോദിച്ചു, എന്താ ഹരീഷ് എന്ത് വൃത്തിയേടാ നിൻ്റെ അടുത്ത് അതിന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അവൻ അങ്ങനെയൊന്നും പെൺകുട്ടികളുടെ അടുത്ത് മോശമായിട്ടൊന്നും പറയൂല എന്ന് പറഞ്ഞു. പറയില്ല, നിങ്ങൾക്കറിയോ ഇന്ന് എന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയോ സുഭാഷ് ചേട്ടന്? ഞാൻ ഇന്ന് കുറച്ച് സ്വീറ്റ്സുമായിട്ട് ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് സ്വീറ്റ്സ് എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒന്നും നടക്കാത്തതിൽ ഭയങ്കര വിഷമമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ പുള്ളി എടുത്ത വായി തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. ഇത് കേട്ടപ്പോൾ സുഭാഷ് അങ്ങ് ബ്ലണ്ടർ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷും നികേഷും കൂടെ ഒരൊറ്റ ചിരി അങ്ങ് ചിരിക്കുകയാണ്. അപ്പം നീതുവിന് ഭയങ്കര വിഷമം ഇതായിപ്പോയി. നിങ്ങളൊന്നും ചിരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ചിരിക്കായിരിക്കും, എനിക്ക് എന്തുമാത്രം വിഷമമായെന്ന് അറിയാവോ എന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയും, നിനക്ക് എന്താ പറ്റിയത്? അവൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, എന്നാലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി സുഭാഷ് ചേട്ടാ. ഞാൻ നിങ്ങളെയൊക്കെ കാണുന്ന ഓരോ രീതിയിലാണ് ഹരീഷ് എന്നടുത്ത് ആ ഒരു രീതിയിൽ സംസാരിച്ചത് ഒട്ടും തന്നെ ശരിയായ ഒരു കാര്യമല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, നീ കാര്യമാക്കണ്ട, അവൻ എന്തായാലും വരട്ടെ, ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി സംസാരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇനി പ്രേമവും നടിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഹരീഷിൻ്റെ മുമ്പിൽ പുറകെ നടക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നീതു പോവാണ്. നീതു പോയതിൻ്റെ പുറകെ നമ്മുടെ സുധീഷും നികേഷും കൂടെ ചിരിയോട് ചിരിയാണ്. അപ്പോൾ സുഭാഷ് വഴക്ക് പറയണം കേട്ടോ, നിങ്ങൾ എന്തിനാടാ ഇങ്ങനെ നടന്ന് ചിരിക്കണത്? അവൻ അങ്ങനെ പറഞ്ഞത് അല്ല, അവൻ അങ്ങനെ പറഞ്ഞത് ഓർത്തിട്ട് ഞങ്ങൾ ചിരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നാളത്തെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഏകദേശം വരുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ വരാനിരിക്കുന്നതും, നമ്മുടെ സുഭാഷിന് ഒരു വിവാഹം പുതുതായിട്ട് ഇനി വരുമോ, ഇനി അത് വേറെന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം. അതിനിടയിൽ നമ്മുടെ സുധീഷിൻ്റെ ഒരു പ്രേമം പൂവണിയിലൊക്കെ അതിൻ്റെ നിധിയുടെ പുറകെ നടപ്പുണ്ട്, അതും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടി സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.